ചെയ്യേണ്ട പണിയാണ്. PWDയിൽ പൈസ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്തി ഈ പണി നടത്തണം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അടിയന്തരമായി ഞങ്ങൾ മീറ്റിംഗ് വിളിക്കും. കാരണം ഇവിടുത്തെ ആൾക്കാർ വെള്ളത്തിൽ മുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് അവിടെ ഓഫീസിലിരിക്കണ്ടേ. അടിയന്തരമായി തന്നെ മീറ്റിംഗ് വിളിച്ച് തീരുമാനം എടുപ്പിക്കണം. ഈ സെക്രട്ടറിയുടെ വീടിന്റെ മുന്നിൽ വരെ വലിയ വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര മഴ പെയ്തില്ലേ. നമുക്ക് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമൊക്കെ വളരെ കാലങ്ങൾ മുമ്പ് തന്നെ ഇത് നിർമ്മിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഇത് വെള്ളക്കെട്ട് അനുഭവിക്കുന്നത്. കാരണം നമുക്കറിയാം, പണ്ട് ശക്തൻ തമ്പുരാൻ ഉണ്ടായിരുന്ന കാലത്ത് അന്നുണ്ടാക്കിയ മാസ്റ്റർ പ്ലാനാണ്. ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഇവിടെയൊക്കെ ചതുപ്പ് നിലമാണ്. അന്ന് കാലത്തൊക്കെ മാറി മാറി വരുന്ന ഭരണസമിതികൾ സ്വന്തം ഇഷ്ടത്താലെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഇത് പണിയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അന്നത്തെ യാതൊരു ലാൻഡ്സ്കേപ്പിംഗ് നടത്തിയിട്ടില്ല. ഇതിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൊടുത്തില്ല. ഇപ്പോൾ കോർപ്പറേഷനെ സംബന്ധിച്ച് കൊടുത്തില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ട് അവർ വാങ്ങിക്കും. അതാണ് ഇവിടുത്തെ ചരിത്രം. PWDയുടെ വീഴ്ചയുടെ പഴി അനുഭവിക്കേണ്ടി വരുന്ന കോർപ്പറേഷനാണ്. കാരണം വെച്ചാൽ അവർ ചെയ്യേണ്ട ഇതിപ്പോൾ അവരുടെ റോഡാണ്. ആ റോഡിനകത്ത് പ്രവർത്തനങ്ങൾ നടത്തേണ്ട അവരുടെ ഉത്തരവാദിത്തം. പൊതുജനങ്ങൾ ആകെ കൂടി കാണുന്ന കാര്യമാണ് കോർപ്പറേഷന്. എപ്പോഴും കോർപ്പറേഷന് ചെയ്ത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല. ഇവിടെ വെള്ളം കയറിയിട്ടുള്ളതിൽ ബാക്ക് സൈഡിൽ വെള്ളം കയറാനുള്ള സാധ്യത തന്നെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. PWD മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തും. അടിയന്തരമായിട്ട് വിളിച്ച് അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തും. കാരണം ഇവിടെ സൂപ്രണ്ട് എഞ്ചിനീയറുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുണ്ട്. അവരോട് ബോധ്യപ്പെടുത്തും. അതനുസരിച്ച് മന്ത്രിയെ വിളിച്ച് പറയും ഇതുപോലത്തെ ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കോർപ്പറേഷന്റെ അമർഷം രേഖപ്പെടുത്തുക 100%. അതായത് മൂന്നാമത്തെ തവണയാണ് ഒരാഴ്ച ഉണ്ടാവുന്നത്. അല്ല, വെള്ളം കയറുക എന്ന് പറയുന്നത് നമുക്കറിയാം പഴയ പോലെ അല്ലല്ലോ. ഇപ്പം നമുക്കറിയാം 300 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്. 300 മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ ഒരു മാസം പെയ്യേണ്ട മഴ ഒരു 1.5 മണിക്കൂറിലൂടെ പെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാരണങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ സാധാരണ ലെവലിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ ഇത്ര പെട്ടെന്ന് കയറാറില്ല. ഇതൊക്കെ 1.5 മണിക്കൂർ കൊണ്ട് സംഭവിക്കുമ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം ഇല്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അടിയന്തരമായി തന്നെ ഇതിനകത്ത് ഇടപെടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഇടപെടണം. അതുപോലെ തന്നെ ഇതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തേണ്ടത് വളരെ ഉത്തരവാദിത്തമാണ് അവരുടെയാണ്. ഇത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ PWDയുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണ് ഈ കാറുകൾ PWD ആണ്. മേയറുടെ പ്രതികരണമാണ് കേൾക്കുന്നത്.